അതാണ് ഈ കാണുന്നതാണ് പൾപ്പ്. അതാണ്ട് ഡബിൾ ബോയിൽ വെള്ളത്തിനകത്ത് അകത്ത് കണ്ട തിളച്ച് ഡബിൾ ബോയിൽ ചെയ്യുന്ന ഇങ്ങനെയാണ്. ഇതിങ്ങനെ തിളയ്ക്കുക. ഇതിങ്ങനെ ഇതിന്റെ അകത്ത് കിടന്ന് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും. അതെടുക്കുന്ന ടെമ്പറേച്ചർ ടെമ്പറേച്ചർ ഒക്കെ നോക്കുന്ന മെഷീൻ ഉണ്ടോ? അതൊക്കെ ഉണ്ട്, അതെല്ലാം ഉണ്ട്. അതിൽ നോക്കിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ഈ പൾപ്പാക്കി വെച്ചാൽ എത്ര നാളത്തേക്ക് എങ്ങനെയാ? ഇത് 2 വർഷം വരെ ഇരിക്കും. 2 വർഷം നോർമൽ ടെമ്പറേച്ചറിൽ നമ്മൾ ഈ ചെയ്യുന്ന ചെയ്വനയില് 2 വർഷം ഇതങ്ങനെ ഇരിക്കും. ഇത് നമ്മൾ ഇതിനകത്തോട്ട് ഇതിപ്പം ഇതിന്റെ ടെമ്പറേച്ചർ നോക്കാം. ഇതിനകത്ത് പൾപ്പിന്റെ ടെമ്പറേച്ചർ ഇപ്പൊ 63 ഡിഗ്രി ആയിട്ടുണ്ട്. അടിക്കും. അപ്പൊ ഇപ്പൊ 65 ഡിഗ്രി നിലവിൽ ചൂടുണ്ട്. അപ്പൊ നമ്മുടെ ഈ വെള്ളത്തിന്റെ ചൂട് നോക്കാം. തിളച്ച വെള്ളത്തിന്റെ 90, 89, 90, 92 ഡിഗ്രി ആയിട്ടുണ്ട്. ഇതേ അളവിൽ നമ്മളിത് 80 ഡിഗ്രി. അതിപ്പോ ഇതിൽ നോക്കിയാൽ അറിയാം. അപ്പൊ നമ്മള് കത്തിക്കൊണ്ടിരിക്കുന്ന തീയുടെ ടെമ്പറേച്ചർ നോക്കിയാൽ തീ കുറച്ചേ ഉള്ളൂ. കാരണം 200, 300 മേളിൽ വരും സാധാരണ. ഈ പൾപ്പ് നമ്മുടെ ചക്കയെ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങൾക്കും നമുക്ക് പൾപ്പിനെ ഉപയോഗിക്കാം. ചക്ക അലുവ ഉണ്ടാക്കാം, ചക്ക പായസം ഉണ്ടാക്കാം, ചക്ക വരട്ടി ഉണ്ടാക്കാം, ചക്ക വട ഉണ്ടാക്കാം, ചക്ക അടയുണ്ടാക്കാം. എല്ലാ സാധനത്തിനും ചക്കപ്പഴം കൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാത്തിനും നമുക്ക് ചെയ്യാൻ പറ്റും. ഈ കറക്റ്റ് ആയിട്ട് പറഞ്ഞ ക്ഷാമകാലത്ത് നമുക്ക് ചക്ക അത് തന്നെ. ഇപ്പൊ അതല്ല അതിനെക്കാട്ടി വിഷയം. ഇപ്പൊ നമ്മുടെ സമയത്ത് ചക്കകൾ സുലഭമായിട്ട് നമുക്ക് കിട്ടും. ഈ ചക്ക മൊത്തം പാഴായി പോവാം. ആർക്കും വേണ്ടാതെ പ്ലാവിന്റെ മൂട്ടിൽ അടന്നു വീട് നശിച്ചു പോകുന്നത്. ആ ചക്കയാണ് നമ്മൾ ഇതുപോലെ പ്രയോജനപ്പെടുത്തി വെക്കുന്നത്. ഇത് എല്ലാ ചക്ക, കുഴിച്ചക്ക ഉപയോഗിക്കാം, വരിക്കച്ചക്ക ഉപയോഗിക്കാം, എല്ലാ ചക്ക ഉപയോഗിക്കാം. ഇതൊരു 5 മണിക്കൂർ വെള്ളം തിളക്കണം. കുറഞ്ഞത് 5 മണിക്കൂറെങ്കിലും ഇതുപോലെ ഈ വെള്ളത്തിൽ കിടക്കണം. ഈ വെള്ളം തിളച്ചു കഴിഞ്ഞിട്ടാണോ ഇങ്ങനെ? വെള്ളം തിളച്ച് അതേപോലെ നമ്മൾ വെച്ചെടുക്കുന്നത്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ഇതുപോലെ റിട്ടോട്ട് കവറിൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ സീലിംഗ് മെഷീൻ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ ഇത് കെട്ടിയാണ്ട് ഇതേപോലെ സീൽ ചെയ്ത് വെക്കും. വെച്ച് കഴിഞ്ഞാല് ഇത് എത്ര നാളിരിക്കും? ഇങ്ങനെ 2 വർഷം ഇരിക്കും. 2 വർഷം ഇരിക്കും. ഇത് കേടാവത്തേ ഇല്ല. കേടാവത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നമ്മൾ നോർമൽ ടെമ്പറേച്ചറിൽ വെക്കും. ഇത് ഫ്രിഡ്ജിൽ വെക്കണ്ട, ഫ്രീസറിൽ വെക്കണ്ട, ഒന്നും വെക്കണ്ട. അതേ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇത് നമ്മൾ എടുത്തിട്ട് ഇത് മാത്രമല്ല ഇനി ചെയ്യുന്നത്. ഇതെടുത്ത് പൾപ്പ് നമ്മൾ കവറിൽ നിറച്ചിട്ട് വീണ്ടും ഈ വെള്ളത്തിൽ ഏകദേശം 100 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഈ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തിട്ട് 1 മണിക്കൂർ സമയം അതേപോലെ ഇട്ട് തിളപ്പിക്കും. പാക്കിങ് എടുത്ത് വീണ്ടും 1 മണിക്കൂർ ഇട്ട് തിളപ്പിക്കും. 1 മണിക്കൂർ തിളപ്പിച്ചിട്ട് വീണ്ടും എടുത്തിട്ട് ഒരു ദിവസം മൊത്തം തണുത്ത വെള്ളത്തിലിടും. ഒരു ദിവസം മൊത്തം ആദ്യം 1 മണിക്കൂറിന് എടുത്തിട്ട് നേരെ തണുത്ത വെള്ളത്തിലിടും. അങ്ങനെയാണ്. എന്നിട്ടാണ് പിന്നെ എടുത്തത്. നമ്മുടെ ഈ ഒരു പാക്കിൽ എത്ര കിലോ? ഇത് 1 കിലോ ചില്ലറ വരും. എന്താ വിലയാ? ഇത് 350 രൂപ 1 കിലോയ്ക്ക്. ആവശ്യക്കാർക്ക് കൊടുക്കാറുണ്ടോ? തീർച്ചയായിട്ടും. അത് ഈ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ നെടുവത്തൂർ ചക്കക്കട ജാക്കി 5 വന്നു കഴിഞ്ഞാൽ നമുക്ക് ചക്കയുടെ ഉൽപ്പന്നങ്ങളെല്ലാം ഉണ്ട്. ഇപ്പൊ ചക്കയുടെ അലുവ ഇരിപ്പുണ്ട്, ചക്ക വരട്ടിയുണ്ട്. ചക്ക വരട്ടി എന്ന് പറയുമ്പോൾ ആളുകൾ ശർക്കര വരട്ടി അല്ല, ശർക്കര വരട്ടി അല്ല. ചക്കപ്പഴത്തിനെ ശർക്കര ചേർത്ത് വരട്ടിയെടുക്കുക. അതേ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ചക്കയ്ക്ക് ഉപയോഗിക്കുന്നതിന് പകരം ചക്ക ഇല്ലാത്തപ്പോ ഉപയോഗിക്കാൻ അട ഉണ്ടാക്കാനും മറ്റേനൊക്കെ ഈ വരട്ടി ശകലം എടുത്തത് ചേർത്താൽ മതി. അങ്ങനെയാണ് ഇവിടെ എല്ലാ ഐറ്റം ഉണ്ട്. ചക്കയുണ്ട്. 365 ദിവസവും ചക്ക കിട്ടും. 365 ദിവസവും ചക്ക കൊടുക്കും. ശർക്കര ചേർക്കുന്നില്ല. ഇതിനകത്ത് ഒന്നും ചേരത്തില്ല. ഒന്നും ചേർത്തില്ല. യാതൊന്നും ചേർത്തില്ല. ചക്ക ഈ പൾപ്പിനകത്ത് യാതൊന്നും ചേരത്തില്ല. നമ്മൾ വെറും ചക്ക പഴം മാത്രം അരച്ച് മിക്സിയിൽ അരച്ചെടുക്കുക. ഇത് എത്ര മണിക്കൂർ എടുത്ത് പ്രോസസിംഗ് ആണെന്ന് അറിയാം? 5 മണിക്കൂർ. നല്ലൊരു കഷ്ടപ്പാട് തന്നെ അല്ലയോ? തീർച്ചയായിട്ടും 5 മണിക്കൂർ നമ്മൾ ഒരേപോലെ. അത് 5 മണിക്കൂറല്ല, യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചക്ക എടുത്ത് വൃത്തിയാക്കി അരിഞ്ഞ് അരയ്ക്കുന്നതൊക്കെ വേറെ ടൈമല്ലേ? ഞാൻ ഈ പറയുന്നത് ഈ 5 മണിക്കൂർ അടപ്പിൽ കിടക്കുന്ന സമയമാണ്. തിളച്ച വെള്ളത്തിൽ ഇത്രയും ഡിഗ്രി വെള്ളം ചൂടായി കിടക്കുന്ന ചൂട് ശകലവും കുറയ്ക്കാൻ പാടില്ല. അതേപോലെ ചൂട് കുറയുമ്പോൾ വീണ്ടും അതിന്റെ ഇത് പോകും. അതേ ടെമ്പറേച്ചറിൽ തന്നെ കിടക്കണം. അങ്ങനെ കിടക്കുമ്പോഴാണ് ഇതിനെ ഇങ്ങനെ കിട്ടുന്നത്. ഇതിപ്പോ എന്താ അതുപോലെ നമ്മളെ കണ്ടില്ലേ, അകത്ത് വെള്ളം തിളയ്ക്കുന്നോണ്ട് ഇത് കണ്ട് അകത്ത് തിളച്ച് വന്നു തുടങ്ങേണ്ടത് തിളയ്ക്കുന്നുണ്ട്. ഇതേപോലെ തിളച്ച് ഇതിനകത്തുള്ള വെള്ളത്തിന്റെ അംശം പറ്റണം. ഇത് മൊത്തം പറ്റുമല്ലോ? ഇതെല്ലാം മൊത്തം പറ്റത്തില്ല. ഇതൊരു ഏകദേശം പരുവായി കിടക്കും. ഇത് നിറമൊന്നും മാറുന്നില്ല. ഒരു നിറവും ഈ പൊട്ടിച്ചാലും ഈ നിറം തന്നെ ആയിരിക്കും. ഈ കവർ അതേപോലെ ചക്കയുടെ മണവും എല്ലാം ഞാൻ പറഞ്ഞു. ഇതിനകത്ത് ഒന്നും മാറ്റമില്ല. നമ്മളിത് എങ്ങനെ വെളിയിലേക്ക് കൊണ്ടുപോവാ 100%. എവിടെയും കൊണ്ടുപോവാം. 2 വർഷം ഒരു കുഴപ്പമില്ലായിരിക്കും. നമ്മൾ 2 വർഷവും പറയുന്നെങ്കിൽ 1 വർഷത്തെ ഇത് പറഞ്ഞാൽ കൊടുക്കുന്നത്.